ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ദൈവജനമേ, ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ഈസ്റ്റർ ആശംസകൾ ഏവരോടും അറിയിച്ചു കൊള്ളുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ചില സ്ത്രീകൾ കല്ലറ കാണുവാൻ ചെല്ലുന്നു. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ എന്ന് പറയുന്നു. ഈ വചനത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ദൈവദൂതൻ ഈ സ്ത്രീകളോട് പറയുന്നത്. അപ്പോൾ ഉയർപ്പിന് മുൻപ് ഒരു കുരിശിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഉയർപ്പിൻ്റെ മുമ്പ് തുപ്പലിൻ്റെ അനുഭവവും കള്ളസാക്ഷ്യം പറഞ്ഞ് അപമാനിക്കുന്നവരും നിന്ദിക്കുന്നവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. നീതിമാനെ ഇല്ലാതാക്കാൻ വേണ്ടി അധികാരവർഗം മുൻപോട്ട് വരികയും വഴികളെ കല്ലുകൊണ്ട് ചങ്ങലങ്ങൾ കൊണ്ട് സീൽ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചാൽ വേറെ ഏതു ശക്തിക്കും അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ ഉയർപ്പിൽ കൂടി മനസ്സിലാക്കേണ്ടിയ സത്യം. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നമ്മളോടുള്ള സന്ദേശം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് ആ ഭാഗത്തിൽ പറയുന്നത്. അതുകൊണ്ട് നിന്നെ പ്രയാസപ്പെടുത്തുവാനും നശിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന ശക്തിയെ കണ്ട് ഭയപ്പെടേണ്ടിയ യാതൊരു ആവശ്യവുമില്ല. ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സകലത്തിന്മീതെ ജയം നൽകിയ കർത്താവിൻ്റെ ശക്തിയെ ആശ്രയിക്കുക. അത് നിനക്ക് എപ്പോഴും സഹായമായിരിക്കും. അതായിരിക്കും നിൻ്റെ ബലം. ദൈവം അനുഗ്രഹിക്കട്ടെ.